ഒരു സിമ്പിൾ ബീട്രൂട്ട് പച്ചടി കാണാൻ നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വേവിച്ച ബീട്രൂട്ട് നമുക്ക് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരയ്ക്കരുത്, ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. അതിനാവശ്യമായ ചേരുവകളെന്ന് പറയുന്നത് തേങ്ങ, പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. പിന്നെ കടുക്, ജീരകം, ഒരു 2-3 കറിവേപ്പില, ഇത്രയും മതിയാകും. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ക്രഷ് ചെയ്ത ബീട്രൂട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റീം ഒന്ന് ഓഫ് ചെയ്യുക. അതിനുശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇറക്കി വെക്കാവുന്നതാണ്. അതിനുശേഷം കറിവേപ്പില, ഉണക്കമുളക്, കടുക് ഇത്രയും താളിച്ച് അതിലേക്ക് ഒഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ് എങ്കിൽ പോലും അറിയാത്തവർക്കായിട്ട് ഇത് സമർപ്പിക്കുകയാണ്. ഓക്കെ.